ഹലോ, വെൽക്കം ബാക്ക് ടു റോഷ്നീസ് വ്ലോഗ്സ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നൈറ്റ് ഡിന്നറിന് നമുക്ക് 1-2 ഗസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പ്രിപ്പറേഷൻ. അപ്പോൾ മീൻകറി വെക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെറിയ ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുടംപുളി എടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു പാത്രത്തിൽ കാശ്മീരി ചില്ലി പൗഡർ എരിവിന് ആവശ്യത്തിന്, പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഞാൻ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്താണ് വെക്കുന്നത് കേട്ടോ. നല്ല തിളച്ച വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ കുടംപുളി ഒന്ന് സോക്ക് ചെയ്യാനും വേണ്ടി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ജസ്റ്റ് പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളുടെ ചട്ടി എടുത്ത് ഇതുകൊണ്ട് നമ്മൾ അടുപ്പിലേക്ക് വെച്ചു. അതൊന്ന് നല്ലതുപോലെ ചൂടായി വന്നു കഴിഞ്ഞിട്ട് ആവശ്യത്തിന് അതിലേക്ക് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കടുകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് എന്താ പറയുക, കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പം നമ്മൾ ആ കലക്കി വെച്ചിരിക്കുന്ന മുളകിൻ്റെ കൂട്ടുണ്ടല്ലോ, മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തത് അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് മുമ്പ് കറിവേപ്പിലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണേ, അത് ഞാൻ പറയാൻ മറന്നുപോയതാണ്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അത് നല്ലതുപോലെ നല്ല ഒരു കളറ് കിട്ടണമെങ്കിൽ നന്നായിട്ട് അത് മൂക്കണം കേട്ടോ. അപ്പോൾ അത് എന്ന് വെച്ചാൽ കറിക്ക് നല്ല ടേസ്റ്റൊക്കെ കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മാത്രമേ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ അതൊന്ന് മൂത്ത് വന്നു. അതിന് ശേഷമാണ് നമ്മൾ ആ സോക്ക് ചെയ്തിരിക്കുന്ന പുളിയും ആ വെള്ളവും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ആ മുളക് കലക്കിയ പാത്രം ഉണ്ടല്ലോ, അതും ഒന്ന് ജസ്റ്റ് ചൂടുവെള്ളം തന്നെ ഒഴിച്ച് ഒന്ന് കലക്കി കൊടുത്ത് അത് ഒഴിച്ചു. എന്നിട്ട് ഇതിലേക്ക് മീനിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. അതിനൊന്ന് തിള വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഓലക്കുടയൻ മീനെടുത്ത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാനതിലെ വെള്ളമൊക്കെ ഒന്ന് എന്താ പറയുക പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ മീൻ കറി ഇങ്ങനെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണമല്ലോ. അപ്പോൾ അതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ക്യാബേജ് തോരൻ വെക്കാവുന്ന ക്യാബേജും തേങ്ങയും ഓൾറെഡി ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു സവാളയുടെ പാതിയും കൂടി എടുത്തു, അത് ആഡ് ചെയ്ത് കൊടുത്തു. പാകത്തിനുള്ള മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്തു. ഇഞ്ചിയും പച്ചമുളകും മസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇത് ഒന്ന് മിക്സ് ചെയ്തപ്പോൾ ഓർത്ത് ദൈവമേ ഉപ്പിട്ടിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. ഒരുപാട് വലിയ മഞ്ഞ കളറൊന്നുമില്ല, എന്നാലൊരു നല്ലൊരു എന്താ പറയുക യെല്ലോ കളർ, അതാണ് എനിക്ക് കറി അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ എൻ്റെ ക്യാബേജ് കറിക്ക് മസ്റ്റായിട്ട് ഞാൻ ചേർക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഉഴുന്നും ഉലുവയും കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. വറ്റൽമുളകും ചേർക്കുവേ ഒരു ഭംഗിക്ക്, പക്ഷേ ഞാൻ ഇന്ന് മടിയായിരുന്നതുകൊണ്ട് ഞാനത് ചേർത്തില്ല. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാബേജും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. എല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ച് മിക്സായി വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് മൂടി വെച്ച് നമ്മൾ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്ന് എന്തോട്ടെ, നമുക്ക് ഫിഷ് ഫ്രൈക്കുള്ളതും കൂടെ റെഡിയാക്കിയാലോ. അപ്പോൾ ഞാനിതെൻ്റെ ഇവിടെ കിളിമീനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ കിളിമീനെ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. ഞാൻ സാധാരണ അയല മീൻ മാത്രമേ വറക്കാൻ വേണ്ടിയൊക്കെ എടുക്കുകയുള്ളൂ. കിളിമീൻ അപ്പടി പൊടിഞ്ഞു പോവേ. ഈ പൊടിയാതെ വറക്കാൻ എന്തെങ്കിലും സൂത്രപ്പണി ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു തരിക കേട്ടോ. അപ്പോൾ ഞാൻ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അരച്ചു വെച്ചിരുന്ന ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടല്ലോ അതും ആഡ് ചെയ്തു. പിന്നെ ഒരു അല്പം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു. പിന്നെ ഞാൻ കായപ്പൊടിയും കൂടെ ചേർത്തു കേട്ടോ. അതെന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കിട്ടും അത്രേ. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എന്നിട്ട് ഞാൻ ഈ മിക്സിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് ആ ഫിഷിനെ എല്ലാം ഒന്ന് നല്ല സുന്ദര കുട്ടപ്പന്മാരാക്കി കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ക്യാബേജ് കറി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം അതവിടെ സൈഡിലേക്ക് മാറ്റി വെച്ചു. നമ്മുടെ മീൻ കറി ഇതേ പറ്റിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് ആ സൈഡിലേക്ക് നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് മീൻ വറുത്താലോ. അപ്പോൾ തന്നെ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് പാകത്തിനല്ല ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു. കാരണം ഫിഷ് ഫ്രൈ ചെയ്തെടുക്കണമല്ലോ. ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ മീനെടുത്ത് നമ്മളിത് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ.
ബൈ ആയിട്ട് നമ്മൾ ഓരോ മീനിനെ എടുത്ത് എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചെടുക്കുകയാണെ. എന്നിട്ട് നമ്മുടെ മാസ്റ്റർ പീസ് ഐറ്റം കറിവേപ്പില ആദ്യം ചേർത്ത് കൊടുത്തു, എന്നിട്ടൊന്ന് മൂടിയും കൂടെ വെച്ചു. എന്നിട്ട് നമ്മളതങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇടയ്ക്ക് നമ്മളതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണ്ടേ. അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷേ കിളിമീൻ ആയതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നേ. എനിക്ക് ഭയങ്കര സങ്കടം, അങ്ങനെ എനിക്ക് ഫുൾ മീൻ കഴിക്കണമെന്നേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് തീരുവാണ് കേട്ടോ. ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും ക്യാബേജ് തോരനും ഒക്കെ കൂട്ടി ഞാനൊരു ചോറുണ്ടാവേ. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ, സീ യു.